നമസ്കാരം. ചാനൽ ചർച്ചകളിലൂടെ മലയാളികളുടെ ശ്രദ്ധ പതിഞ്ഞ യുവാവ്, മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും ചോദ്യങ്ങൾക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്ന ആ യുവ രാഷ്ട്രീയകാരൻ വളരെ വേഗത്തിലാണ് കോൺഗ്രസ് പാർട്ടിയിൽ വളർന്ന് പന്തലിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന്റെ വളർച്ച ആരെയും അസൂയപ്പെടുത്തിക്കൊണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ KSU പ്രവർത്തകനായി അവിടെ നിന്ന് പടിപടിയായി കയറിയാണ് ഇന്ന് കാണുന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത്. KSU യൂണിറ്റ് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, NSUI ദേശീയ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയ പദവികളിലൂടെ ഘട്ടം ഘട്ടമായി കടന്നാണ് അധ്യക്ഷ സ്ഥാനത്ത് രാഹുൽ എത്തിയത്. KSU തോൽക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സർവകലാശാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായാണ് നാട്ടിൽ പ്രവർത്തനം തുടങ്ങിയത്. ഡൽഹി സെന്റ് സ്റ്റീഫൻസിൽ നിന്ന് ഹിസ്റ്ററിയിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. പിന്നീട് KPCC അംഗവും 2023 യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ആയി. കഴിഞ്ഞ വർഷം ജനുവരിയിൽ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടായ അറസ്റ്റാണ് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് വഴിത്തിരിവായത്. അർദ്ധരാത്രി വീട് വളഞ്ഞ അമ്മയുടെ മുൻപിലിട്ട അറസ്റ്റ് ചെയ്യുന്നതും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തി ജയിലിലാക്കിയതും കേരളത്തിലെ പ്രധാന വാർത്തകളായി. 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുലിനെ പുഷ്പവൃഷ്ടിയും വെടിക്കെട്ടുമായിട്ടാണ് ജയിലിന് മുന്നിൽ പ്രവർത്തകർ വരവേറ്റത്. വീരപരിവേഷമായിരുന്നു പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലിന്. ജയിൽ മോചിതനായതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് രാഹുൽ ഉന്നയിച്ചത്. കിരീടം താഴെ വയ്ക്കണമെന്നും ജനങ്ങൾ പിന്നാലെയുണ്ട് എന്നും കേരളത്തിന് രാജാവ് ഓർക്കണമെന്നും പിണറായി വിജയന്റെ പേരെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കേരളം ഏറ്റവും ശ്രദ്ധിക്കുന്ന യുവ നേതാവായി രാഹുൽ മാറിയതോടെയാണ് ആരോപണങ്ങൾ അദ്ദേഹത്തെ പിടികൂടുന്നത്. പണമിടപാടുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് രാഹുലിനെ ആദ്യം തേടിയെത്തിയത്. 28 ലക്ഷത്തിന്റെ കാറ് വാങ്ങിയെന്നും കൂറ്റൻ ബംഗ്ലാവ് വാങ്ങിയെന്നും ഒക്കെ പ്രചാരണം വന്നു. എന്നാൽ രാഹുലിന്റെ വീട് എന്ന് പ്രചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെതല്ല, തന്റെ കാറ് 28 ലക്ഷത്തിൻ്റെതുമല്ല, വെറും 14 ലക്ഷത്തിൻ്റെതാണെന്നും അതിനുള്ള വരുമാനവും തനിക്കുണ്ട് എന്ന് മാത്രമായിരുന്നു രാഹുലിന്റെ മറുപടി. ഞാൻ രാഷ്ട്രീയം തൊഴിലാക്കാൻ ഉദ്ദേശിച്ചയാളല്ല. ഞാൻ പാർട്ട്ണറായുള്ള 3 ബിസിനസ് സംരംഭങ്ങൾ ഉണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർ സ്വയം പര്യാപ്തരായാൽ അത്രയ്ക്ക് അഴിമതി കുറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുമാണ് അന്ന് രാഹുൽ ചാനലുകളോട് പറഞ്ഞത്. എന്നാൽ രാഹുലിനെ തേടിയെത്തിയ ഏറ്റവും ഒടുവിലത്തെ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഈ ഒരൊറ്റ വെളിപ്പെടുത്തലിന് പിന്നാലെ അനേകം പരാതികൾ വന്നു. ഈ ഓഡിയോ ക്ലിപ്പും വലിയ രീതിയിൽ വൈറലായതോടെ ശരിക്കും പ്രതിരോധത്തിലാവുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. റിനി ആൻഡ് ജോർജ തൊടുത്തുവിട്ട പരാതി ഇതുവരെയും തീർന്നിട്ടില്ല. ഇപ്പോഴും അതിന്റെ അലയൊലികളിൽ പെട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ധാർമ്മികമായ കാരണങ്ങളാലാണ് രാജിയെന്നും പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന സമയത്ത് ഇത്തരം വ്യക്തിപരമായ വിഷയങ്ങളിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നതിനാലാണ് ഈ ഒരു രാജി തീരുമാനമെന്നുമാണ് രാഹുൽ പറഞ്ഞത്. രാഹുലിന്റെ വ്യക്തിപരമായ ജീവിതം പൊതു ഇടങ്ങളിലേക്ക് വന്നതോടെയാണ് വലിയ രീതിയിൽ ഇത്തരത്തിൽ വിവാദമായത്. അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും അതുപോലെ തന്നെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്നുമുള്ള വാദങ്ങൾ രാഹുലിനെ ശരിക്കും പൂട്ടുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ വ്യക്തിയുടെ പേര് പറയാതെയായിരുന്നു റിനിയുടെ ആരോപണമെങ്കിലും പിന്നീട് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് ചർച്ചകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഉയർന്നു വരികയായിരുന്നു. ഒരു പ്രവാസി എഴുത്തുകാരിയും ഇതേ ആരോപണവുമായി രംഗത്തെത്തിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനമൊഴിയണമെന്ന സമ്മർദ്ദവും ശക്തമാവുകയായിരുന്നു. അതേസമയം ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരണം നൽകണമെന്നും തെറ്റായ ആരോപണം ഉണ്ടെങ്കിൽ അവ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി RV സ്നേഹയും അഭിപ്രായപ്പെട്ട് രംഗത്ത് വന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിനോട് തൽക്കാലം സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെടുമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് സൂചനകളുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിപ്രഖ്യാപനം വന്നത്. ഇപ്പോൾ യുവനടിയുടെ ആരോപണത്തിന്റെയും മറ്റ് വെളിപ്പെടുത്തലുകളുടെയും പേരിൽ യൂത്ത് കോൺഗ്രസ് തലപ്പത്ത് നിന്ന് ഒഴിയുമ്പോൾ MLA സ്ഥാനം കൂടി ഒഴിയാൻ മുറവിളികൾ ശക്തമായിരിക്കുകയാണ് രാഹുലിനെതിരെ. വളരെ വേഗത്തിൽ ഉയർന്നു വന്ന യുവ നേതാവിന്റെ അപ്രതീക്ഷിത പതനമാണ്
രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ കേരളം കണ്ടത്.